CPM-ഉം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മുമ്പേ തന്നെ ഞാൻ ചില വീഡിയോകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ യുവ നേതൃത്വത്തിന് വലിയ പ്രാധാന്യം CPM നൽകാറുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്, ആ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നവരുടെ ആ ലിസ്റ്റ് കണ്ടാൽ തന്നെ അവർ തോൽക്കും എന്നുള്ളത് കേരള രാഷ്ട്രീയം ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്തവർക്ക് പോലും മനസ്സിലാകും. 2026 രാജ്യസഭാ അംഗത്വം കാലാവധി പൂർത്തിയാക്കി വരുന്ന ഡബിൾ എ റഹീം, കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ, നല്ല ഗവേഷണ പ്രബന്ധം സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയ ചിന്തോ ജെറോം, തിരുവനന്തപുരം നഗരത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആര്യ രാജേന്ദ്രൻ, എപ്പോഴും ചാവേറായിക്കൊണ്ടിരിക്കുന്ന അച്ഛനോടും മകനോടും പരാജയപ്പെട്ട ജെയ്സി തോമസ്, അങ്ങനെ നീണ്ടു പോവുകയാണ് CPM-ലെ ഈ യുവനിര. അവരാണ് ഇനി പലയിടങ്ങളിലും 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ചാവേറുകളായി പോകാൻ റെഡിയായി നിൽക്കുന്നത്. നമുക്കറിയാം, 2021 വളരെ പ്രധാനപ്പെട്ട ചിലരെ പിണറായി വിജയൻ തന്ത്രപൂർവ്വം ഒഴിവാക്കിയത്. അത് ഡോക്ടർ തോമസ് ഐസക്കും ജി സുധാകരനും EP ജയരാജനും ഒക്കെ. KK ശൈലജയെ മണ്ഡലം മാറ്റി നിർത്തിയെങ്കിലും ആ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരം വരികയും ചെയ്തു, മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന്. പക്ഷേ മന്ത്രിസ്ഥാനം കൊടുക്കാൻ തയ്യാറായില്ല. 2016 ആരോഗ്യരംഗത്തുണ്ടായ മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടുകൂടിയാണ് ഭരണത്തിനൊരു തുടർച്ചയും ലഭിച്ചത്. അതിലൊരു പ്രധാന പങ്കാളി KK ശൈലജ തന്നെയാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറാകത്തില്ല. തനിക്ക് മീതെ കടന്നു വന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് KK ശൈലജയെ മാറ്റി നിർത്തിയത്. അങ്ങനെ 2021 മറ്റൊരു തരത്തിലുള്ള വെട്ടിനിരത്തൽ നടത്തി. 2026 ഈ വെട്ടിനിരത്തൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ചാവേറുകളെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മുതിർന്ന ചിലരെ ഏത് തരത്തിൽ ഒതുക്കണം എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടിയിൽ പിണറായി വിജയൻ ആലോചിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1-2 പേരെ പിണറായി വിജയൻ ചില സ്ഥലങ്ങളിലേക്ക് നിർത്തുകയാണ്, ചില മണ്ഡലങ്ങളിലേക്ക് നിർത്തുകയാണ്. ഇപ്പോൾ പറവൂർ മണ്ഡലത്തിൽ VD സതീശനെ തോൽപ്പിക്കണമെന്ന് CPM-ന് അതിയായ മോഹമുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ LDF-ലെ ഘടകകക്ഷിയായ CPI ആണ്, അവർക്കുള്ള സീറ്റാണ് പറവൂര്. ഈ CPI-ക്കാർ എപ്പോഴും വളരെ നല്ലവരായിരിക്കും, അവരുടെ പ്രവർത്തന രീതികളും ഒക്കെ മികച്ചതായിരിക്കും. പക്ഷേ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ CPM-കാരും മണ്ഡലത്തിൽ ഉണ്ടാകത്തില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തിരുവനന്തപുരത്ത് നമ്മളെ കണ്ടിട്ടുള്ളതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തന്നെ സുനിൽകുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരെല്ലാം വടകരയിലും ആലത്തൂരിലും ഒക്കെ ആയിട്ട് പോയി. അങ്ങനെ CPI-യുടെ കയ്യിൽ നിന്ന് CPM ഏറ്റെടുത്തുകൊണ്ട് നല്ല ആരെയെങ്കിലും ഇറക്കിക്കൊണ്ട് VD സതീശനെ പരാജയപ്പെടുത്താമെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിനോടൊപ്പം വെള്ളാപ്പള്ളിയും കച്ചകെട്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് പരാജയപ്പെടുത്തണം എന്നുള്ളത്, ഒന്ന്, രമേശ് ചെന്നിത്തല ഏറെ നാൾ പ്രതിപക്ഷ നേതാവായിരുന്നു. ഹരിപ്പാട് നിന്നാണ് രമേശ് ചെന്നിത്തല വിജയിച്ചു വന്നിട്ടുള്ളത്. 2, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ മണ്ഡലം പേരാവൂരിലാണ്. അപ്പോൾ ചെന്നിത്തലയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, ചെന്നിത്തലയെ പരാജയപ്പെടുത്താൻ എന്ന രീതിയിൽ കൊണ്ട് നിർത്തുന്നത് ചാവേറാക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചു നിൽക്കുന്നതെങ്കിലും തൊട്ടു പിന്നാലെയുണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ. 1000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
അത് ചെന്നിത്തലയെ ആകെ കൂടെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. മണ്ഡലം മാറേണ്ട അവസ്ഥയിലേക്കാണോ? ഒരുപക്ഷെ 2026 UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ജയിച്ചു വരാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് PS അച്യുതാനന്ദന് പറ്റിയതുപോലെ, മാരാരിക്കുളത്ത് പറ്റിയതുപോലെ ചെന്നിത്തലയ്ക്കും സംഭവിക്കുമോ എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ട്. അങ്ങനെ ഹരിപ്പാട് മണ്ഡലത്തിൽ പിന്നെ CS സുജാതയെ, VSന്റെ വിശ്വസ്തയാണ് പിന്നെ CS സുജാത, ചെന്നിത്തലയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. 99 മാവേലിക്കര MP ആയിട്ട്. അന്നത് സംവരണ മണ്ഡലമല്ലായിരുന്നു, ഇപ്പോഴാണ് സംവരണ മണ്ഡലമായി തീർന്നിരിക്കുന്നത്. അവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ CS സുജാത അവിടെ MP ആയി വരികയും ചെയ്തു. അതുപോലെ തന്നെ 2011 CS സുജാത ചെങ്ങന്നൂരിൽ മത്സരിച്ചു. അന്ന് PC വിഷ്ണുനാഥനോടാണ് പരാജയപ്പെട്ടത്. പിന്നീട് PC വിഷ്ണുനാഥ് 2021 വന്നിട്ട് പിന്നെ ഇവിടെ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. 2016 അവിടെ PC വിഷ്ണുനാഥ് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ CS സുജാതയെ നിർത്തി രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താം എന്നാണ് കണക്കുകൂട്ടൽ ഉള്ളത്. അത് ഒരുപക്ഷെ CS സുജാതയെ തോൽപ്പിച്ചൊരിടത്തിരുത്താനാണോ എന്നും സംശയമുണ്ട്. അതോ ചെന്നിത്തലയെ പരാജയപ്പെടുത്തി പാർട്ടിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് വരുന്നത് പേരാവൂർ നിയോജക മണ്ഡലമാണ്. സണ്ണി ജോസഫിൻ്റെ മണ്ഡലമാണ്. സണ്ണി ജോസഫിനെതിരെ മത്സരിക്കാൻ പാർട്ടി ആലോചിക്കുന്നത് മട്ടന്നൂർ MLA ആയ 2016 കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയാണ്. KK ശൈലജ 1996 കൂത്തുപറമ്പിൽ നിന്നാണ് ആദ്യമായി വിജയിച്ച് നിയമസഭയിലെത്തുന്നത്. 2006 പേരാവൂരിൽ നിന്ന് ശൈലജ വിജയിച്ചിട്ടുണ്ട്. 2011 സണ്ണി ജോസഫാണ് പേരാവൂരിൽ നിന്ന്. 2016 KK ശൈലജ കൂത്തുപറമ്പിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തുന്നു, മന്ത്രി പദവി വഹിക്കുന്നു. 2021 വന്നിട്ട് മട്ടന്നൂരിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ പേരാവൂരിലെ സണ്ണി ജോസഫിനെതിരെ മത്സരിച്ച് പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. അതോ പരാജയപ്പെടാൻ പോകുന്നത് KK ശൈലജയാണോ എന്നും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇത് CS സുജാതയെയും KK ശൈലജയെയും ഒതുക്കാൻ വേണ്ടി ഈ 2 മണ്ഡലങ്ങളിലായി കൊണ്ടു നിർത്തുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പിണറായി വിജയൻ ഇത്തരത്തിൽ തൻ്റെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒതുക്കേണ്ടവരെ ഒതുക്കാൻ വളരെ തന്ത്രപൂർവം തന്നെയുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഇത് തന്നെയാണ് CS സുജാതയുടെ കാര്യത്തിലും KK ശൈലജയുടെ കാര്യത്തിലും ഉണ്ടാകാൻ പോകുന്നത്.